ഗായ്സ്, അപ്പൊ ഇന്നൊരു കരോള് പോവാണ്. ഈ കരോള് യൂണിറ്റിന്ന് ഉണ്ണീശോനെ പള്ളിക്ക് കൊണ്ടുപോണതാണ്. അതൊരു മത്സരമാണ്. ഞാൻ ഒരുങ്ങി കിട്ടി എത്തുമ്പോഴേക്കും കരോളിന്റെ വഴിക്ക് അങ്ങോട്ട് പോയി. വിട്ടുകൊടുത്തില്ല, ഓടിപ്പോയി വഴിന്ന് അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാണ്. ഡ്രസ് കോഡ്, പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങള്, കരോൾ സോങ്സ്, ഡാൻസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണത്. കഴിഞ്ഞ ക്രിസ്മസ് കരോളിനേക്കാളും ഈ തവണ കൂടുതൽ ഉണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം മാത്രമല്ല കേട്ടോ, സംഗതി ഉണ്ടേ. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഫസ്റ്റ് തന്നെ എത്തിണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് പാപ്പയുടെ ഗിഫ്റ്റ് ഒക്കെ ചോദിച്ചു വാങ്ങി. ഒരു മടിയും കൂടാതെ ക്രിസ്മസ് പാപ്പ അത് എനിക്ക് തന്നു. ഞാൻ ഹാപ്പി. ഞങ്ങളെക്കാളും കൂടുതൽ ഗിഫ്റ്റ് ഉണ്ട് അപ്പുറത്തെ യൂണിറ്റില്. അതൊക്കെ നോക്കി നടന്നപ്പോണ്ട് ബോഡി ഫുള്ളും ലൈറ്റ് കത്തുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. അങ്ങനെ അതിനും നോക്കി ഞങ്ങൾ ലാസ്റ്റ് പള്ളിയിലെത്തി. ഇത്തവണ ഞങ്ങളാണ് ഫസ്റ്റ്, ജസ്റ്റ് നമ്പർ 1. ഞങ്ങൾ എല്ലാരും ഗെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലൈനിൽ നിൽക്കാണ്. അങ്ങനെ ലാസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുണ്ടായിരുന്ന ബലൂണും സ്റ്റിക്കൊക്കെ കൊലുക്കി കരോൾ ഗാനൊക്കെ പാടി നടക്കായിരുന്നു. പള്ളി നല്ല രസമായിട്ട് ക്രിസ്മസിന് ഒരുക്കിണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പാപ്പ. ജസ്റ്റ് നമ്പർ 1 ആയതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് കൊണ്ടും ഞങ്ങൾ ബാക്കിയുള്ളവര് വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൊണ്ടുവന്ന് ഉണ്ണീശോനെ അച്ഛൻ്റെ ഏൽപ്പിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കുന്തിരിക്കൊക്കെ പുകച്ച് ഉണ്ണീശോനെ കൊടുത്തു ഞങ്ങളുടെ പ്രസിഡന്റ്. പിന്നെ ബാക്കിയുള്ളവര് വരുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പാപ്പയെ വിത്തുള്ള സെൽഫി, പിന്നെ ലൈറ്റ് കത്തുന്ന വാച്ച് കണ്ടു ഗൈസ്. ഇവൻ ഞങ്ങൾക്ക് കാണിച്ചിട്ടാണ് ഇത് എങ്ങനെ വർക്ക് ചെയ്യാന്ന്. അവസാനം ഇവന്റെ അടുത്ത് ചോദിച്ച് സ്റ്റിക്ക് കൊണ്ട് തല്ലി കിട്ടിയെന്നല്ലാണ്ട് വേറൊരു പ്രയോജനമില്ല ഗൈസ്. പിന്നെ ഒരാൾ ഫെയറി ടൈലിലെ വടി വെച്ച് കറക്കുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് മാത്രമാണ് ഇതിന് ഡ്രസ് കോസ്റ്റ്യൂമിൽ വരാണ്ടിരുന്നത്. പിന്നെ കുറേ യൂണിറ്റുകാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കരോളൊക്കെ കണ്ടു. എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാല് ഡാൻസ് ആണ്. അതാണ് ഗെയിമിന്റെ സെക്കൻഡ് സ്റ്റെപ്പ്. ബാക്കി ഞാൻ അടുത്ത വീഡിയോസിലും കാണാം ഗൈസ്.